അപ്പോൾ ഇന്ന് നമ്മുടെ ഈദ് വ്ളോഗാണ് കേട്ടോ. ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു, ഈദ് വ്ളോഗ് എന്താ ഇടാത്തത്, അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് തിരക്കിൽ പെട്ടുപോയി. 2 ദിവസം മക്കളെല്ലാവരും ഉണ്ടായിരുന്നു, ഓലൊക്കെ തിരക്കിലായിരുന്നു. എഡിറ്റ് ചെയ്ത് വോയിസ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ കുറച്ച് 2 ദിവസം വൈകി കേട്ടോ. എന്തായാലും നമ്മൾ രാവിലെ തന്നെ ഈദ് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് നല്ല നമ്മളെ തെക്കുബീർ ധോനി ഒച്ചയ്ക്ക് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ, പള്ളിക്കന്ന് ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എണീറ്റ് നേരെ പള്ളിയിൽ പോയിട്ടുണ്ട്, സുബൈക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ആ തെക്കുബീർ ധോനി നമ്മൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ അതിങ്ങനെ കേൾക്കാൻ. അപ്പോൾ ഞാനത് കേട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിന്നുട്ടോ കുറച്ച് നേരം. പിന്നെ ഫ്ലാസ്ക്ക് പാരാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ പുറത്തേക്ക് അതിൻ്റെ ഒരു പിന്നെ തെക്കുബീർ ധോനിയും അവിടുത്തെ പള്ളിയിൽ നിന്നുള്ള അതുവയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് നിൽക്കുന്നത്. പുറത്തൊക്കെ നല്ല ഇരുട്ടാണ് കേട്ടോ, നേരം വെളുത്തിട്ടില്ല, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. സൗണ്ട് ഞാൻ എന്തായാലും ഒന്ന് കേൾപ്പിക്കാവേ. ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ, കാരണം നമ്മൾ പള്ളി ഇവിടെ നമ്മളെ കുറച്ച് ദൂരത്താണ് കേട്ടോ, അധികം എടുത്തൊന്നുമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ. എന്നാലും നമുക്ക് പെരുന്നാളാന്ന് തോന്നും. ആ ഒരു എന്താ പറയുക, ഒരു ഫീലൊക്കെ വരണമെങ്കിൽ അതിങ്ങനെ കേൾക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു സംഭവം അല്ലേ. ഞാൻ ഏതായാലും ആദ്യം തന്നെ നമ്മളിവിടെ പായസമാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. കാരണം ഈ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് പോകും. അപ്പോൾ അതിന് ഞാൻ ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ മക്കൾക്ക് ഈ ഒരു പായസം വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഓൽക്ക് സേമിയ അല്ലെങ്കിൽ നീനുട്ടിക്കൊക്കെ ആണെങ്കിൽ അടപ്പായസമാണ്. നീനുവിനും മോളൂനും അടപ്പായസമാണ്. മോളൂന് പിന്നെ സേമിയ പായസം ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ നീനുട്ടിക്ക് അടപ്പായസമൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഇത് പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. മൂപ്പർക്ക് അത് കാണണം, ആ ഒരു പരിപ്പും പായസം കാണണം. എന്നാലും അധികം കുടിക്കാനൊന്നും കഴിയില്ല, കാരണം നമ്മൾ നോമ്പ് 30 ദിവസം പട്ടിണിയൊക്കെ കടന്ന് വയറൊക്കെ ആ ഒരു രീതിയിൽ നിൽക്കായിരിക്കും. അതൊക്കെ ഈ ചെറുപയർ പരിപ്പിൻ്റെ പായസം കുടിച്ചാൽ ചിലപ്പോൾ ഗ്യാസൊക്കെ കയറി ആകെ ബുദ്ധിമുട്ടാവാൻ സാധ്യത ഉണ്ട്. എന്നാലും രാവിലെ ഈ ചെറുപയർ പരിപ്പിൻ്റെ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് മൂപ്പര് പള്ളിയിൽ പോവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എത്ര ആർക്കും ഇഷ്ടമില്ലെങ്കിലും ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഒരു 3/4 കിലോനാണ് ഞാൻ ചെറുപയർ പരിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 1.5 കിലോന് ശർക്കര വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനവിടെ പിന്നെ നമ്മൾ ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഉരുകുന്ന നേരെ വീണ്ടും ഞാൻ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ആ ഒരു സൗണ്ടും കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പരിപ്പ് അവിടെ ഒന്ന് വറുത്തിട്ട് ചുടുവെള്ളം പാർന്ന് ഒന്ന് വേവിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു പാത്രം വെച്ചു, പാല് മാത്രം തിളപ്പിക്കാനായിട്ട്. ഇതാ ഒരു വലിയൊരു പാത്രത്തിൽ നമുക്ക് ഇളക്കാനും ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രം തന്നെ വെച്ചു അടുപ്പത്ത്. അപ്പോൾ പാലൊരു 4 പാക്ക് പാല് 2 ലിറ്ററോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ശർക്കര ഞാൻ 1.5 കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ 1 കിലോന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മളടുത്ത് മിൽക്ക് മെയ്ഡ് ഇതിലുള്ളതുകൊണ്ട് മധുരം ഇതിൽ നിന്നും ഉണ്ടാവുമല്ലോ, അധികം വേണ്ടല്ലോ മധുരം എന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കി അതവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമ്മൾ പരിപ്പ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പാലിങ്ങനെ തിളച്ചിങ്ങനെ വരുന്ന തീ കുറച്ചിട്ട് ഈ പരിപ്പ് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഇളക്കി ഒരു കട്ട പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് എടുക്കുകയാണ് കേട്ടോ. അധികം ഇവിടെ കുറുന്നനെ ഉണ്ടാക്കുന്നതും വലിയ താല്പര്യമില്ല. പിന്നെ എന്താ ഏലക്കായി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടാൻ താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഞാൻ എന്ത് ചെയ്തോരോ, ഏലക്കായി ഇങ്ങനെ കടിക്കണതാണ് അവർക്ക് ബുദ്ധിമുട്ട്, അതിൻ്റെ ആ ഒരു കുരുവുണ്ടാവില്ല, അത് കടിക്കണതാണ് മക്കൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാനത് ഈ പാലിൽ കുറച്ച് ഏലക്കായി നന്നായിട്ടൊന്ന് അരച്ചിട്ട് പിന്നെ നമ്മളെ ഒന്ന് ജ്യൂസാക്കിയിട്ട് അടിച്ചിട്ട് പിന്നെ അരിപ്പയിൽ അരച്ചു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ പോവും ചെയ്യും, പക്ഷേ ആ ഒരു ഏലക്കായൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് വരും ചെയ്യില്ല. അങ്ങനെ ഇട്ടിക്കുകയാണ്. എന്നാൽ ചെറിയൊരു പായസമല്ലേ, എന്തായാലും ഏലക്കായ ഇല്ല ഒരു ടേസ്റ്റ് വരാൻ ഞാൻ എന്തോ പോലെ അല്ലേ എന്ന് കരുതിയിട്ട് കേട്ടോ. പിന്നെ അതായത് ബാക്കി ശർക്കരയൊക്കെ ഉരുക്കി ഒഴിച്ചു, പാല് നന്നായിട്ട് ഇങ്ങനെ തളിച്ച് വന്നപ്പോൾ ശർക്കര ഉരുക്കി വെച്ചു. പിന്നെ കുറച്ചൊരു തിക്കാവാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ അരിപ്പൊടി കലക്കിയാണ്ട് പാർന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിട്ട് അതിലേക്ക് ഒഴിച്ചും കൂടി കൊടുത്തു. അങ്ങനെ പായസം ആദ്യം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൂപ്പർ അത് കുടിച്ചിട്ടാണ് പള്ളിക്കൊക്കെ പോവുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേഗം കണ്ടത്. മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല. മക്കളാണെങ്കിൽ ഈ പായസം എന്താ ചെയ്യാറോ, ഈ പെരുന്നാളിന് അന്ന് കുടിക്കുകയില്ല. പിന്നെ അതവിടെ വെച്ചിട്ട് പിന്നെ പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം വരെ വെക്കും, കാരണം ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്ര കൂടുതൽ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ബാക്കിയുള്ളത് അതേപോലെ ഫ്രിഡ്ജിക്ക് വെക്കും. എന്നിട്ട് തണുത്തിട്ട് അവർ ഐസ്ക്രീം കഴിക്കണ പോലെയാണ് ഓല് കഴിക്കുക. അതാണ് നീനുവിനും
മോളൂനും ഇതുമൂനും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ അങ്ങോട്ട് കയറ്റി വെച്ചാൽ പിറ്റേന്ന് അതൊക്കെ പുഷ്പം പോലെ കാലിയാവും. ഏതായാലും മൂപ്പരിതാ നല്ല ഇത്തവണത്തെ പെരുന്നാൾ ഡ്രസ്സ് മോളും നീനും കൂടെ വാങ്ങി കൊടുത്തതാണ് കേട്ടോ. രണ്ടാളും കൂടി പൈസ ഷെയർ ഇട്ടിട്ട് ഇതാ നല്ലൊരു തുണിയും കുപ്പായൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പെരുന്നാൾ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൂപ്പർ ഏതായാലും പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ തമ്മിലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് രണ്ടാളും ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരത്തെ പോയിന് ഒരു 6:45 ആയപ്പോൾ തന്നെ പോയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പിന്നെ നിസ്കരിക്കണേ മുന്നേ ബാപ്പാൻ്റെ ഇമ്മാരത്തൊക്കെ ഖബറിൻ്റെ അടുത്തേക്കൊക്കെ പോകണം. ഇവിടെ പള്ളിയിൽ തന്നെയാണ് ഉമ്മാൻ്റെ ബാപ്പാൻ്റെയൊക്കെ ഖബർ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊന്ന് കണ്ടിട്ട് വേണം പള്ളിക്കൊക്കെ പോകാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. മൂപ്പര് ഇറങ്ങിയ പാട് തന്നെ ഞാനിതാ മുറ്റമൊക്കെ ഒന്ന് അലമ്പായി കിടക്കുന്നുണ്ട്. മുറ്റത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. കുറച്ചൊന്ന് കച്ചറ കറിഞ്ഞിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പെരുന്നാളിൻ്റെ എന്തൊന്ന് മുറ്റടിച്ചേരി ഒന്ന് വൃത്തിയാക്കി ഒന്ന് ചൂലിൻ്റെ അടയാളം അവിടെ കണ്ടിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് അടിച്ചു വാരി. അധികം ഇനി വെയിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ചു വരുമ്പോൾ പൊടി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കണ്ടില്ലേ. ഇപ്പോൾ പറയുമ്പോൾ 7 മണി ആയിട്ടില്ല കേട്ടോ. എന്നിട്ട് തന്നെ അവിടെ ആകെ അടിച്ചു വരുമ്പോഴേക്കും പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏതായാലും ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വേഗം മുൻഭാഗം ഒന്ന് അടിച്ചു വാരി തുടച്ചു. ഞാൻ വന്നാലും നമുക്ക് പ്രശ്നമില്ല. ഇവിടെ എല്ലാവരും വരാറുണ്ട് കേട്ടോ ഇങ്ങോട്ട്. കാരണം ഇത് തറവാടായിരുന്നു ആദ്യം ഇവിടെ. അപ്പോൾ ഈ പിന്നെ ഉമ്മാൻ്റെ കാലശേഷം നമ്മളിതൊരു വീട് സെറ്റാക്കി എടുത്തതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് എല്ലാവർക്കും തറവാടായതുകൊണ്ട് ഉമ്മ ഇവിടെ ആയിനതുകൊണ്ടും എല്ലാവരും ഇങ്ങോട്ട് വന്ന് ശീലമായി. അപ്പോൾ ആ ഒരു സംഭവത്തിൽ എല്ലാവരും വരും. പിന്നെ എല്ലായിടത്തേക്കും പോവും. എല്ലായിടത്തേക്കും പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും. അപ്പോൾ അത് ഇങ്ങോട്ട് വരാണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും വരുന്നതിന് മുന്നേ പള്ളി കഴിഞ്ഞാൽ ഈ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാലാണ് എല്ലാവരും വരിക കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. മുൻഭാഗം ഒന്ന് അടിച്ചു വാരി തുടച്ച് വെച്ചാൽ ആര് പെട്ടെന്ന് വന്നാലും നമുക്ക് സമാധാനമാണല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി പിന്നെ തുടക്കം ഓരോരുത്തർ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവിടെ അടുത്തടുത്ത് വീടായതുകൊണ്ട് തന്നെ നമുക്ക് മുൻഭാഗത്ത് അധികം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പള്ളിക്കൊക്കെ പോകാനാകുമ്പോഴേക്കും നമ്മൾ പണി വേഗം കഴിച്ച് മുൻഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ അതാ തുടക്കലും കൂടി കഴിഞ്ഞു. ഞാനിതാ മുൻഭാഗം ഇവിടെ ഇങ്ങനെ തുടച്ചിട്ട് പിന്നെ ആൻ്റെ ഇപ്പുറത്ത് കൂടെ അങ്ങോട്ട് പോയി അടുക്കള ഭാഗത്തു കൂടെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. അതവിടെ ഇങ്ങോട്ടുണ്ട് ഇറങ്ങിയിട്ട് മുറ്റത്തു കൂടെ അങ്ങനെ സൈഡിൽ കൂടെ പോയി. പിന്നെ ഇവിടെ ഉണങ്ങിയിട്ടാണ് ഞാൻ പിന്നെ ആ ചവിട്ടിയും അതൊക്കെ അവിടെ വന്നിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ നേരെ കിച്ചണിക്ക് പോയി നമ്മൾ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അതൊന്ന് ബിരിയാണി ദമ്മിട്ടതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ആകൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കാമെന്ന് കരുതി. വലിയ കച്ചറൊന്നുമില്ല. കാരണം ഇന്നലെ രാത്രി ജസ്റ്റ് ഒന്ന് കിടക്കുന്നതിന് മുന്നൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധ പരിപാടികളൊക്കെ നമ്മൾ പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി വരെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നമ്മൾ ചതക്കി വെച്ചു. വെല്ലുള്ളി അരിഞ്ഞു വെച്ചു. തക്കാളി മാത്രമാണ് കട്ട് ചെയ്ത് വെക്കാഞ്ഞത്. പിന്നെ എന്താ പറയുക, ചിക്കൻ മസാല പൊരിക്കാനുള്ള ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് ടെൻഷൻ ആവാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറിനുള്ള ഉള്ളിയാണിത്. അത് നന്നൊന്ന് അരിയിച്ച് എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അരി ഞാൻ 1 കിലോ ചോറാണ് വെക്കണത്. കാരണം ഒരു നേരം ഇവിടുന്ന് കഴിക്കുള്ളൂ കേട്ടോ. അല്ല ഈ ഒരു രാവിലെ പള്ളിക്കന്ന് വന്നിട്ട് അത് ഫുഡും കഴിച്ച് പിന്നെ കഴിക്കൂല. കാരണം നോമ്പ് പോയിട്ട് നമ്മളിങ്ങനെ അങ്ങനെ ശീലമായ ആ ഒരു രീതിയിൽ ശീലമായ വയറായിരിക്കും. അപ്പോൾ പെട്ടെന്നൊക്കെ ഹെവി ഫുഡൊക്കെ ആയിട്ട് ചെന്നാൽ നമുക്ക് അധികം കഴിക്കാനും കഴിയില്ല, വയറിനും ബുദ്ധിമുട്ടിക്കാൻ. അപ്പം നമ്മൾ കുറേശ്ശേ കഴിക്കുള്ളൂ. അപ്പം ഞാനത് കൈ കൊടുക്കുമ്പോഴേക്കും ഇതാ പാപ്പ വന്നിട്ടുണ്ടായിരുന്നു, അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങോട്ടാണ് വന്നത്. പള്ളിയിൽ നിന്ന് കഴിഞ്ഞൊക്കെ നേരെ ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കേനു. അപ്പോൾ വന്ന് മക്കളെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ മക്കൾ ഇതും നീനൂട്ടിയൊക്കെ നീച്ച് ബാത്റൂമിലേക്ക് കയറിയിട്ടുള്ളൂ. ഇതും ആണെങ്കിൽ എഴുന്നേറ്റ് അന്തം കുന്തില്ലാതെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം അവൾ ഇന്നലെ രാത്രിയൊക്കെ മൈലാഞ്ചി ഇട്ടിട്ടും പിന്നെ മൈലാഞ്ചി ഇട്ട് കുത്തിരിക്കായിട്ടും കുറേ നേരം ഉണങ്ങാൻ വേണ്ടി മൈലാഞ്ചി ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കുറേ നേരമായിട്ട് ഉറങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ എണീറ്റ് വരുന്നുള്ളൂ, ഒറ്റൊന്നിനും ബോധമില്ല. അപ്പോൾ അപ്പാപ്പാക്ക് ഞാൻ വേഗം പായസം കൊടുത്തു. അപ്പോൾ ആദ്യം തന്നെ പായസമൊക്കെ കുടിച്ചിട്ട് മക്കൾക്കുള്ള പെരുന്നാൾ പൈസയൊക്കെ തന്ന് അപ്പം തന്നെ പോയിട്ടോ. അതിന് ശേഷമാണ് ഞാനിതാ ഗീ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ ഏലക്കായും കറാമ്പട്ടിയും ഇലയും ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം പെരുന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട്. മക്കൾക്ക് കാണുന്നതിന് നട്ടുപിരാന്ത്. എന്നാലും നമ്മൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണ്ടതെന്ന് കരുതിയിട്ട് ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ വേവുന്നുണ്ട്. പിന്നെ ബീഫ് ഓൾറെഡി വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. കുറച്ച് കഴിഞ്ഞൊക്കെ തന്നെ ഇതാ ബിരിയാണി ദമ്മിട്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡും വന്നു കേട്ടോ. അപ്പോൾ നീനുട്ടി ഷർട്ടൊന്നും ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല, മോളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കണം, എങ്ങനെ ഉണ്ട് പിച്ചിൻ്റെ ഷർട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് നീനുങ്ങ നോക്കുന്നുണ്ട്. അപ്പം ഇപ്രാവശ്യത്തെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. കാരണം ഈ ഷർട്ടിൻ്റെ അതേ കളർ മാച്ച് ചെയ്യണ തുണി ഉടുക്കുകയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ആ ഷർട്ടിൻ്റെ അതേ കളറിൽ മാച്ച് ചെയ്ത് തുണിൻ്റെ കരള്ള തുണി ഉടുക്കാറുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ മഞ്ഞയൊക്കെ ഷർട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ മഞ്ഞ കരള്ള തുണിയൊക്കെ എടുക്കും. പക്ഷേ അത് എടുക്കുകയില്ല. ഇപ്രാവശ്യം ഞാൻ അതേ സെയിം കളറൊക്കെ നോക്കിയെടുത്തതായിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി എനിക്ക് തോന്നി കേട്ടോ. ഇനി അത് അങ്ങനെ ബിരിയാണിയൊക്കെ ഏകദേശം സെറ്റാണ്. ഇടയിലാണ് തുത്തും അല്ല വീഡിയോ കോൾ ചെയ്ത് തുത്തും ഉമ്മാക്ക് വിളിച്ചിട്ട് ഇമ്മയും തുത്തും കൂടെ എനിക്ക് വിളിച്ചു. അപ്പോൾ എല്ലാവരും ഈദ് മുബാറക്ക് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇപ്പയുണ്ട് അവിടെ, ഇപ്പാനോടും ഒക്കെ എല്ലാവരോടും ഒന്ന് ഈദ് മുബാറക്കൊക്കെ പറയാറ്. ഇപ്പാനെ കാണുന്നുണ്ടാവില്ലേ. അപ്പോൾ നീനൂട്ടിയോടും എല്ലാവരോടും ഒക്കെ ഒന്ന് ഇങ്ങനെ ഈദ് മുബാറക്ക് പറഞ്ഞു. തുത്തും അവിടെ വീഡിയോ എടുക്കുന്ന തിരക്കില്ല. ഓളും ലോങ് വീഡിയോ ഒക്കെ വലിയ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓളിപ്പോൾ കാര്യമായിട്ട് ഷോർട്സ് ആണ് എടുക്കാറുള്ളതും ചെയ്യാറുള്ളതൊക്കെ. പക്ഷേ ഇപ്രാവശ്യം ലോങ് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നുജൂമും അതിനിടയിൽ ഓനെയും വിളിച്ചു. ഓനോട് ഒരു ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ ഫോണൊക്കെ പിന്നെ അധികം നേരം സംസാരിച്ചിരിക്കാൻ പറ്റും. നീനൂട്ടി ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം നേരം സംസാരിച്ചിരിക്കാൻ വയ്യല്ലോ, പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും തിരക്ക്. അമ്മ അതവിടെ ബിരിയാണിയൊക്കെ ദം ഇട്ടിട്ടുണ്ട്, ചിക്കനൊക്കെ ഇതാ പൊരിക്കണുണ്ട്. ഇമ്മാൻ്റെ ബിരിയാണിയൊക്കെ ഇട്ടാലേ പെരുന്നാൾ ഇങ്ങോട്ട് കഴിഞ്ഞ് തോന്നുള്ളൂ. ഏതായാലും പിന്നെ ഞാൻ ഫോണൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ബിരിയാണീൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടുന്നുണ്ട്. അപ്പോഴേക്കും ഇതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതുമ്മൂൻ്റെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇതുമ്മൂൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ഞാൻ ഇന്നലെ രാത്രി സ്റ്റിച്ച് ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി തയ്ക്കാനുണ്ടായിരുന്നു. ഓള് അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്നലെ രാത്രിയാണ് ഇരുന്ന് തയ്ച്ചത്. ഓള് കാണിച്ച് തന്ന മോഡലാണ് ഓൾക്ക് ഇപ്രാവശ്യം തയ്ച്ചത് കേട്ടോ. ഈ ഒരു മോഡലാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓള് കാണിച്ചു തന്ന ഡിസൈനാണത്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോട്ട് പോലത്തെ ഒരു ടോപ്പായിരുന്നു. പക്ഷേ ഓൾ അതാണ് പിന്നെ ഈ ഒരു മോഡൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് പാകത്തെ കളറ് വയലറ്റ് കളറ് പിന്നെ ഷൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പായസം അതാ നീനുട്ടി അവിടെ ഇരുന്ന് പായസം കുടിക്കുന്നുണ്ട്. ഓക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ അവിടെ കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ വേഗം ബിരിയാണി ദമ്മ് പൊളിക്കുകയാണ് കേട്ടോ. ബിരിയാണീൻ്റെതൊന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല. അതൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നത് കൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ പെരുന്നാൾ വ്ളോഗല്ലേ, ബിരിയാണിക്കൊന്ന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. ഏതായാലും ഞാൻ ബിരിയാണിയൊക്കെ ദമ്മ് പൊളിച്ച് നല്ല മണക്ക് വരുന്നുണ്ട്. ബീഫ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീനുട്ടിയൊക്കെ കഴിച്ചപ്പോഴും പറഞ്ഞു ഇതിൻ്റെ സാധാ വെക്കുന്ന ബിരിയാണിനെക്കാളും എന്തോ ഒരു സ്പെഷ്യൽ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബീഫ് ബിരിയാണി ആയതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഒരുമിച്ച് ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പം തന്നെ പിന്നെ നീനുട്ടിക്ക് ഞാൻ വാരി കൊടുക്കണം, നല്ല ചൂടുണ്ടെന്ന് ബീഫ് ഇങ്ങനെ മുറിച്ചപ്പോൾ കയ്യ പുള്ളി. അപ്പോൾ ഞാൻ നീനുട്ടിക്ക് വാരി കൊടുത്തുകൊണ്ടാണ് ഓളങ്ങനെ ഡ്രസ്സ് മാറ്റണം, മേക്കപ്പ് ഇടണമുണ്ട്. ഓക്ക് പിന്നെ അറിയാമല്ലോ ഓക്ക് വാരി കൊടുത്താലേ ഇറങ്ങുള്ളൂ. എൻ്റെ ചെറിയ കുട്ടികളാണെന്ന് നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ. ഇതും ഇവിടെ നല്ല കുട്ടിയായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ നീനുട്ടിക്ക് ഞാൻ വാരി കൊടുത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അതായത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടനും മക്കളും വൈഫും പേരക്കുട്ടികളും അങ്ങനെ ഫാമിലി ഒന്നായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ വന്നത്. ഞാൻ പറഞ്ഞില്ല എല്ലാവരും വരും. മക്കളൊക്കെ വരുന്നത് എന്താ വെച്ചാൽ ഈ പെരുന്നാൾ പൈസ ഒക്കെ എല്ലാവർക്കും കൊടുക്കണമല്ലോ. അപ്പം അതിപ്പോൾ ചില്ലറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ പൈസയൊക്കെ ചില്ലറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ മക്കൾക്കും കൊടുക്കാനായിട്ട്. പെരുന്നാൾക്ക് എന്തായാലും അങ്ങോട്ടും കൊടുക്കണം, അവിടുന്ന് ഇങ്ങോട്ടും കിട്ടും. ഇതുമൊക്കെ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങോട്ട് വരുന്നവരോടൊക്കെ കോളർ പിടിച്ച് പെരുന്നാൾ പൈസ വാങ്ങാനായിട്ട്. ഏതായാലും എല്ലാവർക്കും മക്കൾക്ക് കൊടുത്തപ്പോൾ മക്കളും ഹാപ്പി, നമ്മളും ഹാപ്പി. ഈ ഒരു പെരുന്നാൾ ദിവസം എല്ലാവരും ഒത്തുകൂടുക എന്ന് പറയുന്നത് അതൊരു വേറൊരു ഫീൽ തന്നെയാണ്. ഈ സമയത്ത് ഇവിടുത്തെ ഉമ്മാനെ നമുക്ക് ഒന്ന് മിസ് ചെയ്യൂ കേട്ടോ. കാരണം ഇതൊന്ന് കാണാൻ ഇമ്മല്ലല്ലോ എന്നുള്ളൊരു മിസ്സിങ് നമുക്ക് എല്ലാവർക്കും എന്തായാലും വരുമല്ലോ. അപ്പം എല്ലാവരും അത് പറയണമുണ്ട് കേട്ടോ. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മാൻ്റെ കാര്യം പറയാതെ ആർക്കും ഇവിടുന്ന് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും പിന്നെ കുറേ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പോയത്. അതിന് ശേഷം പിന്നെ മൂപ്പര് വെള്ളിയാഴ്ച പെരുന്നാൾ, ഇപ്രാവശ്യം വെള്ളിയാഴ്ച ആയിരുന്നല്ലോ പെരുന്നാൾ. അതുകൊണ്ട് മൂപ്പര് അപ്പോൾ തന്നെ വീണ്ടും ജുമാക്ക് പോയി. ഞാൻ ആ നേരം കിച്ചണൊക്കെ ക്ലീനാക്കി എല്ലാവർക്കും പായസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്ലീനാക്കാനും പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി കഴിഞ്ഞപ്പോക്കിന് അതാ എൻ്റെ ഹസ്ബൻഡ് വന്ന് പിന്നെ ഞങ്ങൾ നേരെ മഞ്ചേരിക്ക് പോവാണ് കേട്ടോ. മഞ്ചേരിക്ക് എന്ന് പറയുമ്പോൾ പിന്നെ മോളും എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ മോളൂന് അവൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് മഞ്ചേരിക്ക് പോകാൻ. തൊത്ത് ഓൾറെഡി കോഴിക്കോട് നിന്ന് മഞ്ചേരിക്ക് പുറപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ 3 മണിയൊക്കെ ആയിട്ടുണ്ട്. പാത്രം മോറിയിട്ടും തീർന്നില്ല. പിന്നെ മോറി കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് നമ്മളെ ഡ്രസ്സൊക്കെ ഇടാനായിട്ട്. പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് സുന്ദരിയായി. പിന്നെ നല്ല പുതിയ കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് ഇറങ്ങി നേരെ ഞങ്ങൾ മോളിൻ്റെ വീട്ടിൽ പോയി അതിൻ്റെ ഐറൂസിനൊക്കെ എടുത്ത് മോള് ബാക്കിലുണ്ട് കേട്ടോ. ഐറൂസിൻ്റെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഉണ്ട്, സുന്ദരനായില്ലേ
എൻ്റെ കുട്ടി. വാച്ചുണ്ട്, ചൂച്ചിയുണ്ട്, അങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ. മോളതവിടെ ബാക്കിലുണ്ട്, മക്കളൊക്കെ ബാക്കിലും ഞങ്ങളുണ്ടല്ലോ മുന്നിലൊക്കെ ഇരുന്ന് നേരെ ഇനി പോണത് മഞ്ചേരിക്കാണ് കേട്ടോ. അവൾ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഐറൂസിന് ഉറക്കം വരുന്നുണ്ട്, അതാണ് ഓൻ അങ്ങനെ ഇരിക്കുന്നത്. ഓൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പണി 18 നോക്കി, പക്ഷേ മഞ്ചേരി എത്താനായപ്പോൾ ഉറങ്ങിയിട്ടോ. ഞാൻ കുറേ ഓൻ എൻ്റെ മേത്തേക്ക് ഇങ്ങനെ കടത്തി, വാ ഉറങ്ങിക്കോ അമ്മച്ചി കുട്ടി ഉറങ്ങി, കാരണം ഉറങ്ങുന്ന ഒരു ടൈമാണല്ലോ. രാവിലെ പെരുന്നാളായതുകൊണ്ട് നിനക്ക് എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാതിരിക്കാൻ കണ്ടോ പണി 18 നോക്കണുണ്ട്. പിന്നെ അറിയാതെ മഞ്ചേരി ഏകദേശം എത്താനായപ്പോൾ എൻ്റെ കുട്ടി ഉറങ്ങി കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ എന്താ എടുത്ത് തോളിലിട്ട് കണ്ടാണ് പിന്നെ അകത്തേക്ക് കയറിയത്. അങ്ങനെ ഞങ്ങൾ ഓടി 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 ഇവിടെ എത്തി. വീട്ടിലെത്തിയപ്പം പിന്നെ തുത്തു ഓൾറെഡി എത്തിയിട്ടുണ്ട് കേട്ടോ, അവിടെ മഞ്ചേരി എത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ എല്ലാ പ്രാവശ്യവും ഞാനാണ് ഫസ്റ്റ് ഇവിടെ എത്തൽ, ഇപ്രാവശ്യം തുത്തുവാണ് ഫസ്റ്റ് എത്തിയത്. അങ്ങനെ ഞങ്ങളതാ കാറൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നിർത്തി. കാരണം ഇവിടെ നിജൂമിൻ്റെ കാറുണ്ട്, പിന്നെ തുത്തുവിൻ്റെ വണ്ടിയുണ്ട്. ഞങ്ങൾ വണ്ടി കൂടി വരുമ്പോൾ പിന്നെ നിർത്താനേ മുറ്റത്ത് ഏകദേശം ഒരു അത്രയുള്ള ഗ്യാപ്പേ ഉള്ളൂ. അങ്ങനെ നിർത്തി. തുത്തുവിന് ഞാൻ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നോക്കൂ ചെറുപയർ പരിപ്പിൻ്റെ പായസം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നോക്ക് ലേശം എടുത്ത് പോകുന്നു കേട്ടോ. അങ്ങനെ ഓള് ഈ ലോങ് വീഡിയോ എടുക്കുന്നുണ്ട്, ഷോർട്സ് എടുക്കുന്നുണ്ട്. ഓൾ ആകെ വീഡിയോ എടുത്ത് തെങ്ങുമൃത്ത് അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ ഞാനും വീഡിയോ എടുക്കുന്നുണ്ട്. മക്കളെല്ലാവരും ഓടി വന്നിട്ടുണ്ട്, ഞങ്ങളെ സൗണ്ടൊക്കെ കേട്ടിക്കാണ്ട് ആ റെയിനുട്ടിനും മാരിനും കൂടി വന്ന്. മോളൊക്കെ ആദ്യം തന്നെ അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് സാവധാനം ഇങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഓന് ആരെയും വന്നിട്ട് എനിക്ക് ഇത് ഉമ്മയൊക്കെ തന്ന് കെട്ടിപ്പിടിച്ച് വീഡിയോൻ്റെ മുന്നിലൊക്കെ നിന്ന് ഒരു ഉമ്മയൊക്കെ തന്ന്. റെയിനുട്ടിനെ അവിടെ നിന്ന് കാണാമല്ലോ, പിന്നെ റെയിനുവിനെ കുറേ വിളിച്ച് എന്നിട്ടൊന്നും കാണാനില്ല കേട്ടോ. ഓനവിടെ അവൻ്റെ പപ്പൻ്റെ ഒപ്പമാണ്, പപ്പ സുജി ഉണ്ട് അവിടെ, ഓലപ്പാണ്. അപ്പോൾ ഓലോട് വർത്തനം പറഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ തുത്തുവിൻ്റെ മമ്മി ഉണ്ട് കേട്ടോ, അവിടെ സുജീൻ്റെ മമ്മി ഉണ്ട്, ഒപ്പം പോന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ അകത്തുണ്ട്. പിന്നെ ഞാൻ വേഗം അകത്തേക്ക് കയറി. പിന്നെ പക്ഷേ വർത്താനം പറഞ്ഞിട്ട് ആർക്കും തീരണ്ട, കണ്ട ഇവിടെ കുശലം പറിച്ചിലും കാര്യങ്ങളൊക്കെയാണ്. ഐറൂസ് പിന്നെ ഉറങ്ങിയതുകൊണ്ട് തന്നെ നേരെ നുജൂമാണ് എടുത്തത് കേട്ടോ. ഓനെ ഉറങ്ങുമ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ താത്ത, ഓനെ ഒന്നാ പിന്നെ എൻ്റെ അടുത്തേക്ക് പോരൂല എന്നും പറഞ്ഞിട്ട് ഐറൂസിന് അതാ നുജൂം എടുത്തവിടെ മടിയിൽ വെച്ച് അവിടെ മുന്നിൽ തന്നെ അങ്ങോട്ട് ഇരുന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പിന്നെ നേരെ അകത്തേക്ക് പോയി. പിന്നെ എന്താ പരിപാടി, പായസം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇവിടുത്തെ വർത്താനം കഴിഞ്ഞാലല്ലേ അകത്തേക്ക് പോകാൻ കഴിയുള്ളൂ. നീനുട്ടി എൻ്റെ ഇടയിൽ കൂടെ അവൾക്ക് കിട്ടിയ പിന്നെ പൈസ എന്നെ കാണിച്ചു തരുന്നുണ്ട്. പെരുന്നാൾ പൈസ 500 റുപ്യ കിട്ടിയെന്നുള്ളത് എനിക്കിങ്ങനെ കാണിച്ചു തന്നതാണ് കണ്ടത് കേട്ടോ. അത് കൊടുത്തത് ആരാ വെച്ചാൽ മോളാണ്, മോളുവിൻ്റെ ഹസ്ബൻഡ്. അവിടുന്ന് ഞങ്ങൾ മോളുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് കൊടുത്തത് ഇതുമൂന്ന് 500 രൂപ, നീനുട്ടിക്ക് 500 റുപ്യൊക്കെ പെരുന്നാൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ പ്രധാന ഏരിയയായ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തുത്തൂന് പായസമാണ്, ചെറുപയർ പരിപ്പിൻ്റെ പായസം വേണമെന്നിട്ട് അത് ഒഴിക്കണുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക സേമിയ പായസം, ഉമ്മാൻ്റെ വകയുള്ള സേമിയ പായസവും അതൊക്കെ എടുത്തു. മോള് പിന്നെ ഈ ചെറുപയർ പരിപ്പ് കുറച്ച് കുടിച്ചു കേട്ടോ. കാരണം മോള് നേരെ അരീക്കോടുക്ക് വരുന്നതിൻ്റെ മുന്നേ മഞ്ചേരിക്കാണല്ലോ വന്നത്. അപ്പോൾ ഓളൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ ഇല്ലേ, അരീക്കോട് ഇല്ലേ പായസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിലുണ്ട്, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു സമ്മാനം, അതായത് പെരുന്നാളിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുകയായിരുന്നു ഉമ്മാക്ക്. ഞാനൊരു മാക്സിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാക്സിൻ്റെ കളർ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ അളവൊക്കെ ഞാൻ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അളവിനനുസരിച്ച് കട്ട് ചെയ്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ഇപ്പാക്കൊരു ഷർട്ടും, ഇത് രണ്ടാണ് ഞാൻ വാങ്ങിയത്. തുത്തുമ്മാക്കൊരു ചുരിദാറും ഇപ്പാക്കൊരു തുണിയാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നെ. അപ്പോൾ തുത്ത് അവിടെ ഗിഫ്റ്റ് കൊടുക്കണത്, ഞാൻ ഇവിടെ ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുക്കണമൊക്കെ ഒരുമിച്ചായതുകൊണ്ട് ഓള് ഗിഫ്റ്റ് കൊടുക്കണത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി ഇപ്പോൾ ഓളെ വീഡിയോയിലായിട്ട് നോക്കേണ്ടി വരും. ഞാൻ ഇത് ഉമ്മാക്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓൾ ഇതാ ഉമ്മാക്കുള്ള ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, പെരുന്നാൾ ഗിഫ്റ്റാണ് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്ക് അതൊരു പർപ്പിൾ കളർ ഒരു ചുരിദാറാട്ടോ ഓള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓള് വാങ്ങിയത് പിന്നെ ഓൺലൈനിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്ന പാടെ തന്നെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടതാണ് കേട്ടോ. നല്ല അടിപൊളി ചുരിദാറാണ്, നല്ല ഭംഗിയുള്ള മിന്ത്രയിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. പർപ്പിൾ കളർ ആകുന്നത് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഞാൻ എൻ്റെ ഇപ്പാൻ്റെ ഗിഫ്റ്റായിട്ട് ഇത് മുൻഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ എൻ്റെ ഹസ്ബൻഡുണ്ട്, ഇപ്പയുണ്ട്, പിന്നെ തുത്തുൻ്റെ മമ്മീൻ്റെ കേട്ടോ, സുജിൻ്റെ ഇമ്മയുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പാക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്താൽ കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഐറൂസും ഉണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം അത് ഷർട്ട് എടുത്ത് ഇങ്ങനെ നോക്കണം. അപ്പോൾ ഇപ്പാക്ക് നല്ല ഇഷ്ടമായിട്ടോ കളറ്. ഒന്നാമത് ഇപ്പാക്ക് ബ്ലാക്ക് കളറിനോട് താല്പര്യമാണ്, ബ്ലാക്ക് കടും കളറാണ് കൂടുതൽ ഇഷ്ടം. അതാണ് ഞാൻ ബ്ലാക്കിൽ നോക്കിയത് കേട്ടോ. അപ്പോൾ അത് ഇപ്പാക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇട്ട് നോക്കിയപ്പം കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്ത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ തയ്ക്കാനൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇപ്പാൻ്റെ അളവിന് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഹാപ്പി, ഇമ്മി ഹാപ്പി. രണ്ടാളെ ഭാഗമായിട്ടും ഉമ്മാക്ക് ചുരിദാറും കിട്ടി, മാക്സിയും കിട്ടി, ഇപ്പാക്ക് തുണിയും കിട്ടി, കുപ്പായം കിട്ടി, രണ്ടാൾക്കും ആയില്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ ബറാബറിട്ട് അങ്ങനെ പറഞ്ഞ് എടുത്ത് വാങ്ങിയതാണ് കേട്ടോ. അത് എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ്. ആദ്യമൊക്കെ സാരിയായിരുന്നു തുത്തു വാങ്ങൽ. ഇപ്പോൾ പിന്നെ നമ്മൾ ചുരിദാർ ഇടൽ തുടങ്ങിയാൽ പിന്നെ ചുരിദാറാണ് കേട്ടോ വാങ്ങൽ. കാരണം സാരി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് വാങ്ങാൻ അറിയില്ല. ഞങ്ങൾ ചുരിദാർ മാത്രം ഇടുന്നതുകൊണ്ട് ചുരിദാർ അങ്ങനെ ഞങ്ങൾ എക്സ്പെർട്ടാണ്. സാരി പക്ഷേ അതിൻ്റെ കസവും കാര്യങ്ങളൊന്നും നോക്കാനും അങ്ങനെ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് എടുക്കാമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ തുത്തുവിൻ്റെ വക 2 ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് മഞ്ചേരിക്ക് ഒരു എന്താ പറയുക ചട്ടിപ്പത്തിരിയും ഞങ്ങൾക്ക് അരീക്കോടുക്ക് ഒരു ചട്ടിപ്പത്തിരി എല്ലാ കൊല്ലും തുത്തു കൊണ്ടുവരുന്നതാണ് കേട്ടോ. സാധാരണ നോമ്പ് തുറക്കാൻ വരുമ്പോഴാണ് അത് കൊണ്ടുവരാറുള്ളത്. ഈ പ്രാവശ്യം ഓള് പെരുന്നാക്കട്ട കൊണ്ടുവന്ന്. അപ്പോൾ എനിക്കുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മാക്കുള്ളത് ഉമ്മ അപ്പം തന്നെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ട്, കാരണം ഇവിടെ ഷുഗറും ഉമ്മാക്കും ഉപ്പാക്കും ഷുഗറുമാണ്. പോലെ തന്നെ നുജുമും ഞാനൊക്കെ പിന്നെ ഡയറ്റൊക്കെ ആയതുകൊണ്ട് ഓലും അങ്ങനെ കഴിക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ അപ്പം തന്നെ കട്ട് ചെയ്ത്. പക്ഷേ പായസം കുടിച്ചും ബിരിയാണി തിന്നിട്ടും ഞങ്ങൾക്ക് ആകെ വയറ് നിറഞ്ഞതുകൊണ്ട് ആർക്കും വല്ലാതെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ പെരുന്നാൾ പൈസ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് വമ്പ ബിറ്റായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ട് തരുന്നു, കുറേ പിന്നെ നുജൂമ് ഞങ്ങൾക്ക് തരുന്നു, പിന്നെ ഞങ്ങൾ നുജൂമിന് കൊടുക്കുന്നു, പിന്നെ സുജി ഞങ്ങൾക്ക് തരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നല്ല എന്താ പറയുക ഒരു രസമായിരുന്നു കേട്ടോ. സംഭവം നല്ല രസമായിരുന്നു. ഏതായാലും ഇതുമൊക്കെ സുജീൻ്റെ ഒപ്പം നിന്ന് ഏതായാലും ചോദിച്ച് വാങ്ങി പെരുന്നാൾ പൈസയൊക്കെ കൈപ്പറ്റുന്നുണ്ട്. പക്ഷേ റെയിനുട്ടിന് അങ്ങനെ പെരുന്നാൾ പൈസനോട് വലിയ കമ്പമൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഓൻ കിട്ടുന്നത് അങ്ങനെ ആര്യൻ്റെ അടുത്ത് കൊടുക്കുന്നത് തന്നെ കണ്ടത്. എന്തായാലും ആ ഒരു വിതരണം കൂടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിന്നെ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള പ്ലാനായി. അപ്പോൾ ഞങ്ങളെ പെരുന്നാൾ ഒരു മുഴുവനാവണമെങ്കിൽ ഇവിടെ ഇമ്മാൻ്റെ അടുത്ത് എത്തണം. ഇമ്മാൻ്റെ ആ ഒരു ബീഫ് ബിരിയാണിയൊക്കെ ഇന്നുമ്മ ബീഫ് ബിരിയാണി ഇട്ട് ഉണ്ടാക്കിയതിന് അതൊക്കെ ഒന്ന് കഴിക്കണം. ചിക്കൻ ബിരിയാണി ആയാലും വേണ്ടില്ല, ഉമ്മാൻ്റെ ആ ബിരിയാണിയൊക്കെ ഒന്ന് കഴിച്ചാലേ ആ പെരുന്നാൾ അങ്ങോട്ടായി എന്ന് തോന്നുള്ളൂ. ഇവിടെ എത്തിയിട്ട് നമ്മളെല്ലാവരും ഒന്ന് വന്ന് പോകുമ്പോൾ ആദ്യമൊക്കെ നിൽക്കാറുണ്ടായിരുന്നു. പെരുന്നാൾക്ക് വന്നാൽ നിൽക്കലായിരുന്നു. ഇപ്പോൾ പിന്നെ ആർക്കും ഒഴിവില്ല, നേരമില്ല. അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും നമുക്ക് നിൽക്കാനൊന്നും സമയം ഉണ്ടാവില്ലല്ലേ. എല്ലാവരും അപ്പം തന്നെ പോവാണ്ട്. ഏതായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞങ്ങളിതാ ആദ്യം തുത്തു പോയി. പിന്നെ തുത്ത് പോയിട്ട് പിറകെ തന്നെ ഞങ്ങളും ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് യാത്ര പറഞ്ഞിട്ടാണ് തീർന്നില്ല. ഇറങ്ങുമ്പോൾ ഒരു വരുന്ന രസമൊന്നും പോകുമ്പോൾ ഉണ്ടാവില്ല. നമുക്ക് ഒരുമിച്ച് ആ ഒരു പെരുന്നാൾക്കൊന്നും ഇനിയിപ്പോൾ ഒരുമിച്ച് അങ്ങനെ തങ്ങുക എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നമാണ്. കാരണം ഓളെ വീട്ടിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും മക്കളും അവിടുന്ന് പോലെ എന്താ പറയുക സുജിൻ്റെ ഏട്ടനും അനിയനൊക്കെ അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ഓക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്കും മക്കളും പിന്നെ മോള് വന്നിട്ടുണ്ട്, ഐറൂസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കും അങ്ങനെ ഇവിടെ നിൽക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡും ഇതാ പോവില്ലേ ചോദിച്ചാൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓല് പോയ പാടെ തന്നെ ഇതാ നമ്മളെ വണ്ടി എടുക്കാനാണ് പോണത്. പിന്നെ അകത്തേക്കൊന്നും വില കയറാനും ഇതിനൊന്നും നിന്നില്ല. മക്കളൊരു ഡാൻസൊക്കെ കളിക്കാനുള്ള പ്ലാൻ കുറേ നോക്കിയിട്ട് രണ്ടാളും കൂടി, പക്ഷേ സ്റ്റെപ്പ് കേട്ട് രണ്ടാൾക്കും അറിയാത്തതുകൊണ്ട് പിന്നെ ആ കളി നടന്നില്ല. പിന്നെ ഞങ്ങൾ വേഗത ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ പോരുന്ന വഴിക്ക് ഒരു ഭയങ്കര ദുരന്തം ഉണ്ടായി. വണ്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് കേടെന്നോ നന്നാക്കി വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 5:45 ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലെത്തിയപ്പോൾ 10 മണിയായിട്ടുണ്ട്. അങ്ങനെ വണ്ടിക്ക് നല്ലൊരു പണി കിട്ടി. വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ. ഏതായാലും ബുദ്ധിമുട്ടില്ലാതെ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ. ഞങ്ങളെ കുഞ്ഞു പെരുന്നാൾ വിശേഷങ്ങൾ. വീട്ടിലെത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ഞങ്ങളെ സ്വർഗം. ഇത് തന്നെയാണ് ഞങ്ങളെ വലിയൊരു പെരുന്നാൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.